ഓല X1X 4 kW യൂസർ റിവ്യൂ. ഇത് എടുക്കത്ത് ഓടിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 4000 കിലോമീറ്റർ ഒരു മാസത്തിനുള്ളിൽ. കഴിഞ്ഞ നവംബർ 30 എടുത്ത്. ഇതുവരെയുള്ള യൂസർ റിവ്യൂ എന്ന് പറയാമെന്ന് വെച്ചാൽ 4 kW അതിൻ്റെ റേഞ്ച് ഒരു ഓൺലൈൻ അവർ ക്ലെയിം ചെയ്യണോ 199. പക്ഷേ വണ്ടിയുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് 168 ഫുൾ റേഞ്ച്, ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ റേഞ്ചിൽ. അതിൽ നമ്മൾ ഓടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 140 ആ റേഞ്ചൊക്കെ വരെ നമുക്ക് ഓടിക്കാം. പിന്നെ ഇച്ചിരി ചാർജ് ബാക്കി നിൽക്കും. എക്കോ മോഡിൽ ഓടിച്ചു. എക്കോ മോഡെന്ന് പറയാൻ നേരത്ത് 42 കിലോമീറ്റർ റേഞ്ച്, 42 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കണം. അത്രേ കയറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നോർമൽ മോഡിൽ ഓടിക്കാൻ നേരത്ത് ഏകദേശം ഒരു 70 വരെ ടോപ്പ് സ്പീഡ് പോകും. പിന്നെ ഉള്ളത് സ്പോർട്സ് മോഡാണ്. സ്പോർട്സ് മോഡിലാണെങ്കിൽ 90 കിലോമീറ്റർ. അതും സ്വല്പം പൊടിക്ക് കൂടുതലും 93 വരെയൊക്കെ പോയേക്കാം. അത് മാറുന്നതനുസരിച്ച് റേഞ്ച് കുറയും. നോർമൽ മോഡിൽ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്ന 133 റേഞ്ച് ഫുൾ ചാർജിൽ. ഓടിച്ചു വരുമ്പോൾ ഒരു 110-നും 120-നോടൊക്കെ കിട്ടുമായിരിക്കും. ഞാനിതുവരെ ടോപ്പ് ഓടിച്ചേക്കണം 140 വരെ എക്കോ മോഡിലാണ്. നോർമൽ മോഡിൽ ഓടിച്ചിട്ടധികമില്ല. നോർമൽ മോഡ് ജസ്റ്റ് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി മാത്രം നോർമൽ മോഡ് ആവശ്യം വരുള്ളൂ. അല്ലെങ്കിൽ ഈ റോട്ടിൽ കൂടെ ആരും ഓടിക്കാനാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ നോർമൽ മോഡ് ഓടിച്ച് ഇവർ പറയണ ആ ഡിസ്പ്ലേ കാണിക്കുന്ന റേഞ്ചിൻ്റെ അറൗണ്ട് ഒരു മൈലേജ് നമുക്ക് കിട്ടും. ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ വെച്ച് സിമ്പിൾ വണ്ണ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നത് ഇതിന് തന്നെയാണ്. ഓടിച്ച് നോക്കിയാൽ ഒരുമാതിരി ആ സിമ്പിൾ വണ്ണും പിന്നെ ഏതറും എല്ലാം ഓടിച്ച് നോക്കിയിട്ടാണ് എടുക്കാൻ കാരണം അതിൻ്റെ വില തന്നെയാണ്. ഇതിൻ്റെ വില 1,02,000 രൂപ ഞാൻ എടുത്തപ്പോൾ. അവർ ഓഫർ ഇടക്കിടക്ക് മാറിക്കൊണ്ടിരിക്കും. 1/12 ഇപ്പം നിലവിൽ പറയണത്. വെച്ചാൽ അതിനിപ്പോൾ 6 ജനുവരി 6 ഓരോ ദിവസം ഓരോ വിലയാണ്. അത് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകണമെന്നൊക്കെ ഇരിക്കും. പിന്നെ എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറഞ്ഞൊരു 10,000 രൂപ നിങ്ങൾ എക്സ്ചേഞ്ച് കാണിക്കണമെങ്കിൽ അതിന് കിട്ടും. അതെന്തോ ഒരു സെറ്റപ്പാണോ. അതിൻ്റെ അകത്ത് വണ്ടി കൊടുക്കണമെന്നില്ല. മാത്രം കാണിച്ചാൽ അതിനെന്തോ പേപ്പർ ചെയ്ത് അവർ റെഡിയാക്കി തരും. എനിക്ക് എക്സ്ചേഞ്ച് ഓഫറൊന്നും കിട്ടിയില്ല, ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ 1,02,000 രൂപയാണ് വണ്ടി വില. പിന്നെ ഇതിന് ഉള്ള കംപ്ലൈൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെൻസർ കംപ്ലൈൻ്റ് ആവും. ബ്രേക്ക് സെൻസർ അത് ജസ്റ്റ് തിരിച്ച് തട്ടി വിട്ടാൽ ഓണാവും, വർക്കാവും. പക്ഷേ അത് ഇച്ചിരി ഡേഞ്ചറാണ്. കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പാനിക്കായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അല്ലാതെ നിങ്ങൾ ഒറ്റക്ക് പോകാനൊക്കെ തട്ടിയിട്ട് എടുത്തിട്ട് പോകാം. പുറകിൽ നിന്നൊരു വണ്ടി വന്നൊരു കുറേ ഹോണൊക്കെ അടിക്കാൻ നേരത്ത് പാനിക്കായിട്ടാണ്ട് വണ്ടി കയ്യിൽ നിന്ന് പോകും. അങ്ങനൊരു പ്രശ്നമുണ്ട്. വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിനിടക്ക് ഒരു 1400 കിലോമീറ്റർ ആയപ്പോഴേക്ക് ഈ ബ്രേക്ക് സെൻസർ ശരിക്കും കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ തട്ടി വിട്ടാലും റെഡിയാകാത്ത രീതിയിൽ. പിന്നെ പണ്ടത്തെ നേരത്തെ അതിൻ്റെ റിവ്യൂവിലൊക്കെ കേട്ടിട്ടുള്ളത് എന്ന് വെച്ചാൽ ഷോറൂമിൽ ചെന്ന വണ്ടി റെഡിയാക്കി കിട്ടാൻ ദിവസങ്ങളെടുക്കും, കുറേ നാളെടുക്കും എന്നൊക്കെയാണ്. പക്ഷേ ആ വണ്ടി കൊണ്ടുപോയി കൊടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ സെൻസർ രണ്ടും മാറി തന്നു. അധികം നേരം നമ്മളവിടെ ഇരുത്തിച്ചൊന്നുമില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം നിലവിൽ നമുക്കിവിടെ അടുത്ത് തോമ്പുഴയിലുണ്ട് ഇതിൻ്റെ ഒരു സർവീസ് സെൻറ്റർ. പിന്നെ അല്ലാതെ നമ്മൾ സർവീസ് ഇവർ പറയണത് 3000 കിലോമീറ്റർ ചെയ്യണമെന്നാണ്. സർവീസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ബ്രേക്ക് പാഡ് മാത്രം ഒന്ന് ക്ലീൻ ചെയ്തിടും. അത് മാത്രമേ ഇതിൻ്റെ അത് സർവീസിൽ അവർ പറയുന്നുള്ളൂ. പിന്നെ വാറണ്ടി 80,000 കിലോമീറ്റർ അല്ലെങ്കിൽ 8 വർഷമാണ് പറയുന്നത്. അതും മറ്റ് കമ്പനികൾ വെച്ച് നോക്കുമ്പോഴേക്ക് കുറച്ച് കൂടുതലാണ്. കുറച്ചൊന്നല്ല, നല്ല കൂടുതലാണ്. ഇത് രണ്ടുമാണ് ഈ വണ്ടി എടുക്കാനുള്ള കാരണം. ഈ വാറണ്ടി അവർ പറയണോ ക്ലെയിം ചെയ്യണ വാറണ്ടി നമുക്ക് കിട്ടുമെന്നാണെങ്കിൽ വെർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റിവ്യൂ പറയാം. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് നോർമൽ മോഡിൽ പോകുമ്പോൾ ഓക്കെയാണ് ബ്രേക്കിംഗ്. സ്പോർട്സ് മോഡിൽ ഇതിൻ്റെ സ്പോർട്സ് മോഡിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആ ബ്രേക്ക് കൊണ്ട് വണ്ടി നിൽക്കില്ല. നോർമൽ മോഡിലും എക്കോ മോഡിൻ്റെ അത്ര നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യില്ല. എക്കോ മോഡിലാണെങ്കിൽ വണ്ടി നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് വണ്ടി നിൽക്കും. നോർമൽ മോഡിലും നിൽക്കും. പക്ഷേ അതിൻ്റെ റീജനറേഷൻ സ്റ്റാർട്ടാകുന്നത്
90% താഴെ ബാറ്ററി വന്നു കഴിയുമ്പോഴേ ആവുള്ളൂ. അതുകൊണ്ട് 90% താഴെ ആകണ വരെ ഒക്കെ മൂടി പോകണം തന്നെയാണ് എപ്പോഴും സേഫ്. എന്ന് വെച്ചാൽ റീജനറേഷനും ബൈക്കും കൂടെ അപ്ലൈ ചെയ്താലേ നോർമൽ മോഡിൽ വണ്ടി നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കും. അല്ലാന്നാണെങ്കിൽ വണ്ടി ഇച്ചിരി നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് രണ്ടും ഡ്രം ബൈക്കാണ്. ഇത്ര വില പറഞ്ഞ വണ്ടിയിൽ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഇത് തന്നെയാണ് കാരണം. പക്ഷേ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇത് മാത്രമേ പ്രശ്നമുള്ളൂ. ബ്രേക്കിങ് അപ്പം ഈ റോട്ടിൽ ഓടിക്കുകയാണെങ്കിൽ ഈ ബ്രേക്ക് തന്നെ ധാരാളം. എന്തായാലും 50 മുകളിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല. വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി കംപ്ലൈൻറ്റ് വരുമെന്നുള്ളത്, ബ്രേക്കിൻ്റെ കംപ്ലൈൻറ്റ് അറിഞ്ഞുകൊണ്ട് തന്നെ വണ്ടി എടുക്കുക എന്നാണെങ്കിൽ നമുക്ക് ഇച്ചിരി സമാധാനം ഉണ്ടാകും കംപ്ലൈൻറ്റ് വന്നു കഴിയുമ്പോൾ. അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമുക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീലാകും. കംപ്ലൈൻറ്റ് വന്നാലും ആ സെൻസർ ജസ്റ്റ് ഊരിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ അധികം ഓടിച്ച് പോകണമെന്നേ ഉള്ളൂ. ബ്രേക്ക് പിടിച്ച് സെൻസർ ഊരിക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് പിടിച്ചാലും മോട്ടർ ഓഫ് ആകില്ല. ബ്രേക്ക് അപ്ലൈ ആവും, മോട്ടർ ആക്സിലേറ്റർ വിട്ട് കഴിയുമ്പോൾ ഓഫ് ആവും. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ഒരു എമർജൻസി അവിടെ ഒരു വണ്ടി ഷോറൂം വരെ ഓടിച്ചുകൊണ്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് തന്നെ ഊരിടാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള ആകെ ചെറിയ 2 ടൂൾ കിറ്റ് ഉണ്ട്. ആകെ ഒരു LNQ ഉണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പാർട്സും അഴിക്കാം. പുറമെ അഴിച്ച് നമുക്ക് തന്നെ ബ്രേക്ക് ഇതിൻ്റെ സെൻസർ ഊരിയിടാൻ പറ്റും. ഊരിയിട്ടിട്ട് ചെറിയ സ്പീഡിൽ ജസ്റ്റ് ഉരുട്ടി ഷോറൂം വരെ എത്തിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാം. അപ്പോൾ ഓക്കെ. പിന്നെ വാറണ്ടി കിട്ടാതിരിക്കാനുള്ള 2 സാഹചര്യങ്ങൾ. ഒന്ന്, ഇതിൻ്റെ ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി. ബാറ്ററി ഫുള്ളായിട്ട് ഇറങ്ങിപ്പോകാന്ന് വെച്ചാൽ നമ്മൾ ഒരാഴ്ചയൊക്കെ ഉപയോഗിക്കാതിരുന്നിട്ടുണ്ട്. ഫോണ് സാധാരണ ബാറ്ററി ഇറങ്ങിപ്പോകുന്ന പോലെ ബാറ്ററി ഇറങ്ങിപ്പോകും. പിന്നെ ബാറ്ററി ചാർജ് ആകില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യുന്നുണ്ട്, അത് കിട്ടാൻ വഴിയില്ല. പിന്നെ വേറൊരെണ്ണം, ഇതിൻ്റെ മോട്ടർ ഹബ് മോട്ടറാണ്. അതുകൊണ്ട് തന്നെ വണ്ടി എയർ എപ്പോഴും ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു കട്ടറൊക്കെ ചാടുമ്പോഴേക്കും മോട്ടറിന് ഡാമേജ് വരും. അങ്ങനത്തെ ഡാമേജും വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ 2 ഡാമേജും വരാതിരിക്കണമെങ്കിൽ ഈ സംഭവം ഒരു ഡെയിലി ഒരു 50 കിലോമീറ്ററിനുള്ളിൽ ഓടുന്ന ആൾക്കാർക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടിയാണ്. എന്ന് വെച്ചാൽ 50 കിലോമീറ്റർ എന്ന് പറയാൻ നേരത്തെ ഏകദേശം ഒരു 3-4 കൊല്ലം കൊണ്ട് ഈ പറഞ്ഞ വാറണ്ടി കംപ്ലീറ്റ് ആവും. കംപ്ലീറ്റ് ആയാൽ തന്നെ ബാറ്ററി മുഴുവനായിട്ട് മാറണ്ട, അത് ടോപ്പപ്പ് ചെയ്ത് അതിൻ്റെ സെല്ല് മാത്രം മാറി ഉപയോഗിക്കാമെന്നാണ് അവർ പറയണം. ഇനി ഇതിനുള്ളിൽ കംപ്ലൈൻറ്റ് തന്നെയാണെങ്കിലും പുതിയ ബാറ്ററി മൊത്തത്തിൽ മാറി വെക്കുകയുള്ളൂ, അല്ല സെല്ല് മാത്രം മാറി വെക്കുകയില്ലെന്നാണ് പറഞ്ഞ് കേട്ടുള്ള അറിവ്. അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ നല്ല ഇതേ റേറ്റിനൊരു ഇലക്ട്രിക്കിന് പകരം നമ്മൾ ഇതേ റേറ്റിനൊരു പെട്രോൾ വണ്ടി എടുക്കണമെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസ് ഇങ്ങനത്തെ റോഡിലാകുന്ന നേരത്ത് 3-4 ഇരട്ടിയായിരിക്കും. അത് വെച്ച് നോക്കാൻ നേരത്ത് ഇതിന് മെയിൻ്റെനൻസിൻ്റെ കിടക്ക് ഷോക്ക് ഓയിൽ മാറണം, ബ്രേക്ക് മാറണം, അത് 2 വരാനുള്ളൂ. ഷോക്ക് ഓയിൽ എന്തായാലും മാറേണ്ടി വരും. ഇതേപോലെ 4 ചാട്ടം ചാടിക്കഴിഞ്ഞാൽ ഷോക്ക് ഓയിൽ മാറേണ്ടി വരും. അത്രയൊക്കെ പണി ഇതിന് വരാനുള്ളൂ. പിന്നെ വാറണ്ടി ഈ 2 കാരണത്തിൽ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ബാറ്ററി ഇറങ്ങിപ്പോകാൻ നോക്കുക. എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ തന്നെ വണ്ടി ഫുൾ ചാർജ് ആക്കിയ ശേഷം മാത്രം വെച്ചിട്ട് പോവുക. അതിപ്പോൾ ആദ്യം ചാർജുള്ള വണ്ടി വെച്ചിട്ട് പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഒട്ടും ചാർജ് കാണില്ല വണ്ടി. ഇപ്പം തന്നെ വണ്ടി ചാർജ് ചെയ്ത് നമ്മൾ വെറുതെ വെക്കണമെങ്കിൽ വൈകിട്ടാകുന്ന നേരത്ത് 1% അല്ലെങ്കിൽ 2% ഒക്കെ കുറഞ്ഞിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ നേരത്ത് തന്നെ. അപ്പോൾ അത് ദിവസങ്ങളോളം ഇരിക്കാൻ നേരത്ത് നല്ല രീതിക്ക് കുറയും. അതായത് എവിടെയെങ്കിലും വണ്ടി നമ്മൾ ദൂരയാത്രയ്ക്ക് പോകണമെങ്കിൽ വണ്ടി ചാർജ് ചെയ്ത് ഫുൾ ചാർജ് ആക്കിയ ശേഷം വെച്ചിട്ട് പോവുക. തിരിച്ചു വരാൻ നേരത്ത് നോക്കുക, ചാർജ് ആയിട്ടൊക്കെ പിന്നെ ചാർജ് ചെയ്യുക. ചാർജ് അല്ലെങ്കിൽ ചാർജ് മുഴുവൻ തീർന്നൊരു 20-30% വെക്കണമെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് മുഴുവൻ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഡെയിലി യൂസുള്ളവർ ഇത് എടുക്കുക. അല്ലാതെ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യാൻ ഇടക്ക് മാത്രം എടുക്കാനാണെങ്കിൽ ബാറ്ററി കംപ്ലൈൻറ്റ് വരും. പിന്നെ ഉപയോഗം നടക്കില്ല. വാറണ്ടിയും കിട്ടിയാൽ വാറണ്ടി കിട്ടാതെ വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട് സസ്പെൻഷൻ ഇച്ചിരി ഹാർഡാണ്. ബാക്ക് ഒക്കെയാണ്. സീറ്റിങ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ്. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ സുഖമായിരിക്കും. പക്ഷേ കുറച്ചധികം നേരം ഇരുന്ന് ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്.
പിന്നെ ഹാൻഡ്ലിങ് നിലവിൽ സൂപ്പറാണ്. എടുത്ത സമയത്ത് ആ വളവൊക്കെ തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഒരു പോക്കറ്റ് റോഡിലേക്കൊക്കെ കയറണമെങ്കിൽ വണ്ടി 2-3 നിർത്തിയെന്നല്ല 2-3 തിരിക്കേണ്ടി വരും. പുറകോട്ടെടുത്ത് മുമ്പോട്ടെടുത്ത് ബൈക്കൊക്കെ തിരിക്കണമെങ്കിൽ കിറ്റൊക്കെയുള്ള ബൈക്ക് തിരിക്കണമെങ്കിൽ 2-3 തിരിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഹാൻഡിൽ ഒടിഞ്ഞ് കഴിഞ്ഞാൽ നേരത്ത് മോട്ടർ വർക്കായി. ആ പ്രശ്നം ഈ ബ്രേക്കിൻ്റെ സംഭവം റെഡിയാക്കിയ കൂടെ അവർ റെഡിയാക്കി. ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല. എത്ര ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ സൗകര്യം. ഇത് 42 കിലോമീറ്റർ സ്പീഡ് എക്കോ മോഡിൽ കിട്ടുകയുള്ളെങ്കിലും മറ്റു വണ്ടിയുടെയൊക്കെ ഒപ്പം നമുക്ക് എത്താൻ പറ്റും. കാരണം ഇനിഷ്യൽ പിക്കപ്പ് നല്ലോണം ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോരുത്തേക്ക് ട്രാവൽ ചെയ്യാൻ 2 വേറെ വണ്ടിയിൽ ട്രാവൽ ചെയ്യണതും ഇതിൽ ട്രാവൽ ചെയ്യണതും സ്പീഡ് കുറവായിട്ട് തോന്നുമെങ്കിലും ഓടി അവിടെ ഒരേ സമയത്ത് എത്തുള്ളൂ. കാരണം ഒരു ട്രാഫിക്കിൽ നമുക്ക് കൊണ്ടുനടക്കാൻ സൗകര്യം. ബൈക്ക് ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോൾ വളരെ സുഖമാണ്. ഗിയർ മാറേണ്ട, ഒരു കുഴപ്പമില്ല. ഒറ്റ കൈക്ക് വണ്ടി കൊണ്ടുനടക്കാം. പിന്നെ ക്രൂസ് മോഡൊക്കെ ഉണ്ടാവും, ഒന്നും ഉപയോഗിക്കാതിരിക്കണേ നല്ലത്. ഇലക്ട്രിക് വണ്ടിയാൽ പറയാൻ പറ്റില്ല, ഇനി ചിലപ്പോൾ ഇട്ടിട്ട് ഓഫായില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇനി നോർമൽ മോഡിൽ സ്ട്രൈറ്റ് റോഡിലൊക്കെ നോർമൽ മോഡിൽ ഓടിക്കുകയാണ് സ്മൂത്തായിട്ട് പോകും. ക്രൂസ് മോഡിൽ ഇട്ടിട്ട് വെച്ചാണ്. പക്ഷെ അത് റിസ്ക്കാണ്, അത് ബുദ്ധിമുട്ടാവുന്നില്ല, സൗകര്യമാണ്. പക്ഷേ ഇൻ കേസ് അങ്ങനെ ഓഫാകാതെ വന്നാൽ ബുദ്ധിമുട്ടാണ്. നിലവിൽ കുഴപ്പമൊന്നും ഇതുവരെ ആരുടെയും കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. അതിൽ ഇതുവരെ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇത്രയൊക്കെ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ.